ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതും ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് തന്നെയാണ്. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. നല്ല മഞ്ഞുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ യു എയിൽ ചൂടൊക്കെ കുറഞ്ഞ് ചെറിയ തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടാ. അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ ആ മഞ്ഞൊക്കെ നോക്കി നിന്ന് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാനൊരു അരിപ്പൊടി വെച്ചിട്ടുള്ളൊരു പത്തിരി പോലെ ഉള്ളൊരു ഇതാണ് ഉണ്ടാക്കണത്. പഴയൊരു പലഹാരമാണത്. അപ്പോൾ അതിനായിട്ട് ഞാൻ അരിപ്പൊടി പത്തിരിപ്പൊടിയാണ് എടുത്തുള്ളത്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് പിന്നെ തിളച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുറച്ചധികം തിളച്ച വെള്ളം ഒരു അടയ്ക്കൊക്കെ നമ്മൾ കുഴച്ചെടുക്കാൻ എടുക്കണം അത്രയ്ക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പത്തിരിയുടെ കട്ടിയിലല്ല, ഇത്തിരി ഒന്ന് ലൂസായിട്ടാണ് ഞാനിത് കുഴച്ചെടുത്തുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തിളച്ച വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെച്ച് ചൂടാറിയതിന് ശേഷം ഒന്ന് കുഴച്ചെടുത്തു. പിന്നെ അതിലേക്ക് കുറച്ചധികം നാളികേരവും പിന്നെ കുറച്ച് ശർക്കരപ്പൊടി അല്ലെങ്കിൽ ശർക്കര പാനി അല്ലെങ്കിൽ നമ്മൾ ശർക്കര ഒന്ന് ചീകിയിട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ ആവശ്യത്തിന് ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് ഇനി വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഒരു ചെറിയൊരു മധുരത്തോട് കൂടിയിട്ട് നമ്മളിത് പരത്തിയിട്ടാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ വാഴയില ഉണ്ടെങ്കിൽ അതിൽ വെച്ച് പരത്തിയെടുക്കുക. അപ്പോൾ ഞാൻ വാഴയില എൻ്റെ കയ്യിലില്ല, അത് കാരണം ഞാൻ അലുമിനിയം ഫോയിൽ പേപ്പറിൽ വെച്ചിട്ടാണ് ഒന്ന് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ലൂസായിട്ട് തന്നെയാണ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ തിളച്ച വെള്ളം ഉപ്പിട്ട് കുറച്ച് ലൂസായി ഒന്ന് കുഴച്ചെടുത്തു. പിന്നെ അതിലേക്ക് നാളികേരം ശർക്കര പൊടിയും കുറച്ച് ചെറിയ ജീരകം ഇട്ട് വീണ്ടും ഒന്നും കൂടി കുഴച്ചെടുത്തതിന് ശേഷം കുറച്ചായിട്ട് വെച്ച് കൈകൊണ്ട് ഇത് അമർത്തുമ്പോൾ തന്നെ പെട്ടെന്ന് ഇത് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. കുറച്ചൊന്ന് എണ്ണയൊന്ന് കുറച്ച് വെളിച്ചെണ്ണ ഫോയിൽ പേപ്പറിൽ അല്ലെങ്കിൽ ഇലയിൽ ഒന്ന് ഒഴിച്ചതിന് ശേഷം ഒന്ന് കൈ വെച്ച് ഒന്ന് കൈ നനച്ച് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ പരത്തിയെടുത്ത ഓരോ പത്തിരിയും നമ്മളിത് ദോശക്കല്ലിൽ കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പത്തിരി ചട്ടിയിൽ വെച്ചിട്ടായാലും ചുട്ടെടുക്കാം. അപ്പോൾ ഇട്ട് നമ്മൾ അപ്പുറം ഒന്ന് മറിച്ചിട്ട് കുറച്ച് നേരം വേണം ഓരോ സൈഡൊന്ന് ചെറിയ തീയിൽ മൊരിച്ചെടുക്കണം. അപ്പം സാധാരണ പത്തിരി പോലെ അങ്ങനെ കട്ടി ആയിട്ടിരിക്കൊന്നുമില്ല, നല്ല പഞ്ഞി പോലെ ഉണ്ടാവും. ചെറിയൊരു മധുരവും പിന്നെ നാളികേരത്തിൻ്റെ ടേസ്റ്റും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റിന് ഇത് കഴിക്കാനായിട്ട്. ഇതിലേക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല. കട്ടൻ ചായ, ഇത്തിരി മധുരമുള്ള കട്ടൻ ചായ മാത്രം മതി ഇത് കഴിക്കാനായിട്ട്. വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വേഗത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അതിലേക്ക് വേറെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കട്ടൻ ചായ കൂട്ടിയിട്ട് തന്നെയാണ് കഴിക്കണത് കേട്ടോ. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് ക്ലിനിക്കിൽ പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ക്ലിനിക്കിൽ പോയി അത് കഴിഞ്ഞ് ലഞ്ച് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ അതേ സമയം ഏകദേശം ഒരു 4 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാലിക്കറ്റ് നോട്ട്ബുക്കിലാണ് പോയത്. അപ്പോൾ ബിരിയാണി ഉണ്ടായിരുന്നു, ചോറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ബിരിയാണി ഒന്നും കഴിക്കാനായിട്ട് ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ബട്ടർ നാനും ബീഫാണ് വാങ്ങിച്ചത്. അപ്പോൾ തന്തൂരി റൊട്ടി, അതുപോലെ തന്നെ പൊറോട്ട, അങ്ങനെ ചിക്കൻ, അങ്ങനെ ഓരോരുത്തരും ഇഷ്ടമുള്ളത് ഓരോരുത്തർ വാങ്ങിച്ച് കഴിച്ചു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതേ വീട്ടിലെത്തി. പിന്നെ വീട്ടിലെത്തി നമ്മൾ കുറച്ച് കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ മലയാളികൾക്ക് ഒരു നേരമെങ്കിലും ഇച്ചിരി ചോറോ ഇച്ചിരി കഞ്ഞിയോ കുടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല ഉറങ്ങാനായിട്ട്. അപ്പം നമ്മൾ ഇച്ചിരി കഞ്ഞി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചെറുപയർ കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അരിയും, 1 ഗ്ലാസ് അരിയും 1/2 ഗ്ലാസ് ചെറുപയറും നന്നായി കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും അതിലേക്കൊരു ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് മുരിങ്ങക്കായാണ് ഞാൻ എടുത്തുള്ളത്. മുരിങ്ങക്കായ തൊലിക്ക് കളഞ്ഞതിന് ശേഷം ഒരു മൺചട്ടിയിലേക്ക് ഇട്ടു. അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അതിൻ്റെ ഒപ്പത്തിനായിട്ട് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും ഞാൻ കുറച്ച് നാളികേരം, ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിയലിക്കൊക്കെ ഒന്ന് ഒറ്റയടി അടിച്ചെടുത്താൽ മതി. അപ്പം അതുപോലെ ഒന്ന് ഒറ്റയടി അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ മുരിങ്ങക്കായ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. മുരിങ്ങക്കായ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നപ്പോൾ അതിലേക്ക് നാളികേരം, നമ്മൾ ഒതുക്കിയെടുത്തുള്ള ചതച്ചെടുത്തുള്ള നാളികേരം അതിലേക്കിട്ട് ചെറിയ തീയിലാക്കി ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്ത് അങ്ങനെ ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിൽ അങ്ങനെ വെച്ചു. അപ്പോൾ അതൊന്ന് നാളികേരത്തിൻ്റെ ഫ്ലേവറൊക്കെ ഒന്നതിൽ പിടിക്കുമ്പോഴേക്കും നമുക്കതൊന്ന് കാച്ചി ഒഴിക്കാം. അപ്പോൾ അതിനായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് ആദ്യം ഒന്ന് പൊട്ടിച്ചെടുത്തു. പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകും മൂപ്പിച്ച് നമ്മളിത് കറിയിലേക്ക് ഒഴിച്ച് താളിച്ചു കൊടുക്കണം. താളിച്ചു. ഇനി നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പം നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പം കാച്ചി ഒഴിച്ച് ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു. അപ്പം നമ്മുടെ മുരിങ്ങക്കായ ഉപ്പേരി റെഡിയായി. നല്ല ചെറുപയർ കഞ്ഞിയും പിന്നെ അതിലേക്ക് മുരിങ്ങക്കായ ഉപ്പേരിയും പിന്നെ കുറച്ച് നാരങ്ങ അച്ചാറും. അപ്പോൾ രാത്രി കുറച്ച് കഞ്ഞിയും കൂടി കുടിച്ചപ്പോൾ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.